തിരുവനന്തപുരത്ത് മണ്ണ് മാറ്റുന്നതിനുള്ള പാസ് അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടി. തിരുവനന്തപുരം ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസിലെ ലാബ് അറ്റൻഡറും കാട്ടാക്കട സ്വദേശിയുമായ ക്രിസ്ത്യൻ ജോസ് ആണ് ചൊവ്വാഴ്ച വിജിലൻസിന്റെ വലയിലായത്. തിരുവനന്തപുരത്ത് നിന്ന് അനിരു ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അനിരു, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ടോ? കൂടിയാണ് ചിറയൻകീഴ് സ്വദേശിയുടെ വസ്തുവിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യുന്ന കരാറുകാരൻ ഈ ഏറ്റെടുത്ത കരാറുകാരനായ ആറ്റിങ്ങൽ സ്വദേശി ഇത്തരത്തിൽ ഒരു പരാതിയുമായി ഉദ്യോഗസ്ഥരെതിരെ രംഗത്തെത്തിയത്. ഈ പറയുന്ന കരാറുകാരൻ പറയുന്നത് മണ്ണ് മാറ്റുന്നതിനുള്ള ട്രാൻസിറ്റ് പാസ് അനുവദിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് ഇയാൾ ജില്ലാ ഓഫീസിൽ നേരിട്ടെത്തി ഈ കാര്യം അന്വേഷിച്ചിരുന്നു. ഈ സമയം ഈ പറയുന്ന കരാറുകാരനെ ക്രിസ്ത്യൻ ജോസ് സമീപിക്കുകയും ഈ പാസ് വേഗത്തിൽ ശരിയാക്കി നൽകാൻ 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ജോസ് പറയുന്നത് 40,000 രൂപ മറ്റ് ഉദ്യോഗസ്ഥർക്കും 10,000 രൂപ തനിക്കുമെന്നാണ്. തുടർന്ന് ഈ തുക ഗൂഗിൾ പേ വഴി നൽകാനും ഇയാൾ ആവശ്യപ്പെട്ടു. എന്നാൽ കൈക്കൂലി നൽകാൻ താല്പര്യമില്ലാത്ത കരാറുകാരൻ ഈ പരാതിയുമായി നേരെ ചെന്നത് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനാണ്. തുടർന്ന് അദ്ദേഹം ഒരു കെടി ഒരുക്കുകയും ഇന്ന് ഉച്ചയോടുകൂടി 2:45 ഓഫീസിന് സമീപം വെച്ച് 5,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നതിനിടയിലുമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ ജോസിനെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശരി, അനിരു അശോകനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.